ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ അപ്രത്യക്ഷമാകുന്നു. കൃത്യമായിട്ടുള്ള ഇടവേളകൾക്ക് ശേഷമാണ് ഈ അപ്രത്യക്ഷമാകലെന്ന പ്രതിഭാസം തന്നെ സംഭവിക്കുന്നത്. ഇന്ന് അപ്രത്യക്ഷമാകുന്നത് കേരളത്തിലാണെങ്കിൽ മറ്റൊരു ദിവസം അപ്രത്യക്ഷമാകുന്നത് ജപ്പാനിലുള്ള ഒരു ജപ്പാൻകാരനായിരിക്കും, അതിനുശേഷം ഒരു യൂറോപ്യനായിരിക്കും, ഒരു ഓസ്ട്രേലിയക്കാരനായിരിക്കും, ഒരു ആഫ്രിക്കനായിരിക്കും. എല്ലാവർക്കും സമാനമായിട്ടുള്ള ഒരു തിരോധാനം തന്നെയാണ് സംഭവിക്കുന്നത്. അവർ അപ്രത്യക്ഷമായതിനു ശേഷം അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ആ ഒരു സന്ദർഭത്തിൽ അവിടെ നിന്നും വയലിൻ്റെ വിചിത്രമായിട്ടുള്ള ഒരു സംഗീതം കേൾക്കാൻ സാധിക്കുമായിരുന്നു. ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സംഗീതം. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത മനുഷ്യരുണ്ടായിരിക്കുകയില്ല. പ്രഗത്ഭനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സാധാരണ മനുഷ്യരെ പോലെ നടക്കാനോ ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഒരു പ്രഗത്ഭനായിട്ടുള്ള ഗവേഷകനായി ശാസ്ത്രലോകം അദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ചൊന്നുമല്ല, പക്ഷേ ശാസ്ത്രവുമായിട്ട് ബന്ധമുള്ള ബെഞ്ചമിൻ മാത്യു എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ആ വ്യക്തിയും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ തന്നെ ഒരുപാട് യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. മറ്റുള്ള ആളുകളെ പോലെ നടക്കാനോ ഇരിക്കാനോ ചിരിക്കാനോ എഴുതാനോ വായിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ്, ഒരു നോവൽ എഴുതിയിരിക്കുകയാണ്, ഒരു സയൻസ് ഫിക്ഷൻ നോവലാണ് എഴുതിയിരിക്കുന്നത്. ആ നോവലിലെ കഥയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ആ നോവലിൻ്റെ ഒരു കഥയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. വീഡിയോയുടെ തമ്മിലൊന്നും ഇതൊരു നോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ പരാമർശിക്കുകയുണ്ടായില്ല. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാരണവും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ചാനലിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ കാണാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതേ കാരണം കൊണ്ട് തന്നെ ബെഞ്ചമിൻ മാത്യുവിൻ്റെ ഈ വീഡിയോ അധികം ആളുകളിലേക്ക് എത്തിച്ചേരുകയില്ല എന്ന് തോന്നൽ കാരണമാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു പരാമർശം തമ്മിലിൽ കൊടുക്കാതിരുന്നത്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ബെഞ്ചമിൻ മാത്യുവിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു നോവലിനെ കുറിച്ചാണ്. എൻ്റെ കയ്യിൽ ആ നോവലുണ്ട്. നോവലിൻ്റെ പ്രസാധന വേളയിൽ തന്നെ ഞാൻ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു കോപ്പി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഈ വിവരം നിങ്ങളെ കമ്മ്യൂണിറ്റി ടാബിലൂടെയും അതുപോലെ എൻ്റെ വാട്സപ്പ് ചാനലിലൂടെയും ഒക്കെ അറിയിച്ചതുമാണ്. ബെഞ്ചമിൻ മാത്യു ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഒരു 10-25 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ദ നോവലിസ്റ്റ് എന്ന പുസ്തകം. ഇതിന് സയൻസുമായിട്ട് വലിയ ബന്ധം തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞത് കഥയുടെ ഒരു ചെറിയൊരു രൂപം മാത്രമാണ്. ശരിക്കും കഥ അതൊന്നുമല്ല, അതിനും അപ്പുറത്തേക്ക് പ്രപഞ്ചത്തിലേക്ക് പോലും കഥ എത്തിച്ചേരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ പ്രപഞ്ചം തന്നെ അതിലൊരു ക്യാരക്ടറായിട്ട് മാറുന്നുമുണ്ട്. പ്രപഞ്ചത്തെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഇതൊരു സെൽഫ് പബ്ലിഷിംഗ് പുസ്തകമാണ്. അതായത് മറ്റ് പ്രസാധകരൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. ബെഞ്ചമിൻ മാത്യുവിൻ്റെ ഈ പുസ്തകത്തിന് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം ലഭിക്കാനായിട്ട് ഞാൻ ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരിൽ പലരും അതിനോട് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷേ 24 ന്യൂസിൽ ഇതൊരു വാർത്തയായിട്ട് വരികയും ചെയ്തിരുന്നു. എന്നിട്ടും പുസ്തകം അധികം വിറ്റ് പോയിട്ടില്ല. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ബെഞ്ചമിൻ എന്നോട് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമാണ്. എത്രത്തോളം ആളുകൾ ഇത് കാണുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം നമ്മുടെ അത്തരത്തിലുള്ള ഒരു ചാനലല്ല. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്ന, നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഈ പുസ്തകം പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. അത്തരത്തിൽ പ്രൊമോഷൻ ചെയ്യാനുള്ള പണമൊന്നുമുള്ള ഒരു വ്യക്തിയല്ല ബെഞ്ചമിൻ. സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ്റെയും ഒരു അമ്മയുടെയും മകനാണ് ബെഞ്ചമിൻ. ബെഞ്ചമിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുടെ മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള അവസ്ഥകളാണ്. അതായത് അവരെങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്, അവരുടെ വേദന എങ്ങനെയാണ്. ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും മനോഹരമായിട്ട് കലകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നോവലുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ഏറ്റവും കൂടുതൽ ആഭ്യന്തര ലഹള നടക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കവിത അല്ലെങ്കിൽ ഒരു നോവൽ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ നിന്നും അത്രയധികം പോപ്പുലറായിട്ടുള്ള നോവലുകൾ ജനിക്കാത്തതിന് പിന്നിലുള്ള കാരണവും ഇതാണെന്ന് പറയുന്നുണ്ട്. കാരണം കേരളത്തിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ലഹളകളോ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇവിടെ അധികം പുസ്തകങ്ങൾ അത്തരത്തിൽ ജനിക്കാതെ പോകുന്നത്. പക്ഷേ ബെഞ്ചമിനെ പോലുള്ള ആളുകൾ അവർ വലിയൊരു സമരത്തിലാണ്, അല്ലെങ്കിൽ അവർ വലിയൊരു യുദ്ധത്തിൽ തന്നെയാണ്. അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് സ്വന്തം ജീവിതത്തോട് തന്നെയാണ്. നമുക്കെല്ലാം 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ള സമയങ്ങളിലൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. നമുക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. പക്ഷേ പൂർണ്ണമായിട്ടും മറ്റുള്ളവരുടെ സഹായത്താൽ മാത്രം കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരുപാട് കഷ്ടതകളാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ആ കഷ്ടതകളിൽ നിന്നും ജനിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ കൃതികൾ അത് അമൂല്യം തന്നെയാണ്. അത് വിലമതിക്കാനാവാത്ത രചനകൾ തന്നെയാണ്. ഞാനത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള വ്യക്തി, ആ വ്യക്തിക്ക് കൈകളും കാലുകളും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് സാധാരണ മനുഷ്യരെ പോലെ തന്നെ ആ കൈകാലുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അവരെന്തൊക്കെ ചെയ്തേനെ. ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സ്നേഹപ്രകടനങ്ങളും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അത്തരത്തിലുള്ള ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ്. നിങ്ങൾ പുസ്തകം വാങ്ങിക്കുന്നതിന് ഉപരിയായിട്ട് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും മനോഹരമായിട്ടുള്ള ഈ പുസ്തകം വായിക്കാൻ സാധ്യമാകട്ടെ. ഇത് ഒരാളെ സഹായിക്കുക എന്നതിനും ഉപരിയായിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ആസ്വാദനം കൂടിയാണ്. അങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. ബെഞ്ചമിൻ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് അവൻ്റെ ഭാവി എന്ന് പറയുന്നത്. ഇതിനുപരിയായിട്ട് അവനൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മളെപ്പോലെ ഏതെങ്കിലും ഒരു ജോലി സ്ഥലത്ത് പോയി സാധാരണഗതിയിലുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ അവന് പ്രതിഭയുണ്ട്. അവൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നോവലുകൾ എഴുതുക എന്നതാണ്. പക്ഷേ അതാളുകൾ വായിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ ഇത് അറിയാതെ പോവുകയാണെങ്കിൽ അത് ശരിക്കും സ്പോയിൽ ചെയ്യുന്നത് അവൻ്റെ ആ പ്രതിഭയെ തന്നെയാണ്, അവൻ്റെ ഫ്യൂച്ചറിനെ തന്നെയാണ്. നമ്മൾ ഒരാൾ പുസ്തകം വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എണ്ണമെന്ന് പറയുന്നത് വളരെ ചെറുത് മാത്രമാണ്. പക്ഷേ അത്തരത്തിൽ നിരവധി ആളുകൾ വാങ്ങിക്കുമ്പോൾ അത് ബെഞ്ചമിന് വലിയൊരു സഹായം തന്നെയായിരിക്കും. അത്തരത്തിൽ ഇത് കൂടുതൽ വിറ്റു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ 2ാം ഭാഗവും പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ശക്തി അവന് പകർന്നു കിട്ടുന്നതാണ്. നമുക്കറിയാൻ സാധിക്കുകയില്ല, ഒരു പക്ഷേ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ മലയാള സാഹിത്യത്തിലെ തന്നെ, മലയാള സയൻസ് ഫിക്ഷൻ തന്നെ, അല്ലെങ്കിൽ ലോക സയൻസ് ഫിക്ഷനിലെ തന്നെ ഒരു വലിയ പ്രതിഭയായിട്ട് ബെഞ്ചമിൻ മാറുന്നതാണ്. ഈ പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ ബെഞ്ചമിൻ്റെ വാട്സപ്പ് നമ്പരും ഞാൻ കൊടുത്തിട്ടുണ്ട്. ബെഞ്ചമിന് സംസാരിക്കാൻ പ്രയാസമാണ്, എങ്കിൽ പോലും അവനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയോ അച്ഛനോ ഒക്കെ ഫോൺ എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പക്ഷേ അവന് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അവനുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ JR സ്റ്റുഡിയോയിലെ ജിതിനുമായിട്ട് അവൻ ചാറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇവൻ്റെ കാര്യം സംസാരിക്കാറൊക്കെ ഉണ്ട്. ഒരു ദിവസം 2 പേരും കൂടെ ചേർന്ന് അവനെ നേരിട്ട് പോയി കാണണമെന്നുള്ളൊരു ആഗ്രഹവും കൂടി ഞങ്ങൾക്കുണ്ട്. നിങ്ങളും പുസ്തകങ്ങൾ വാങ്ങിക്കുക, ഈ ഒരു പാവം പയ്യനെ സഹായിക്കുക. ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്നാണിത്. നമുക്കും അവനെ സഹായിക്കാം. ആ പ്രതിഭ ഇനിയും ഒരുപാട് വളർന്ന് വലുതാകട്ടെ.